മഴത്തോട് മുമ്പിൽ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ കുടിച്ച് ഫിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്താണെങ്കിൽ നമ്മളെ കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ കുടിച്ചിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ബാലേന്ദ്രൻ ഇങ്ങനെ നമ്മളെ കൃഷ്ണമോളൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ തട്ടിക്കൊടുത്തിട്ട് സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ വൈജയന്തി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ അഹങ്കാരം കൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ കുടിക്കുന്നതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓ നിൻ്റെ അഹങ്കാരം കൊണ്ടാണല്ലോ നീ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയി നീ തവളെ പോലെ കിടന്നേന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത്, ഇനി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ബാലേന്ദ്രൻ അറ്റാക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഇനി ഒരു അറ്റാക്കിന് വേണ്ടത് ഞാൻ കാത്തിരിക്കത്തില്ല, ഇനി ഞാൻ ഒരു യാത്ര മാത്രമേ ഉള്ളൂ, എനിക്ക് മേളിലോട്ട് പോകാനുള്ള യാത്രയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വൈജയന്തിക്കാണെങ്കിൽ ആകെ സങ്കടമൊക്കെ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ കൃഷ്ണമോളത്ത് പറയുന്നുണ്ട്, മോളെ ഞാൻ ആ ഒരു ഇതങ്ങ് പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ നെഞ്ചിൽ ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നൊരു സത്യം ഉണ്ടല്ലോ, ആ സത്യം ഞാനങ്ങ് തുറന്ന് പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ കൃഷ്ണമോളടുത്ത് ബാലേന്ദ്രൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മൾ അവതക്കുട്ടിച്ചാരടുത്ത് പറയുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവതക്കുട്ടിച്ചാരൻ പറയുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, എനിക്കൊന്ന് ഉപവാസമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാലി പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ അപ്പച്ചനും തുടങ്ങിയിട്ടുണ്ടോ എൻ്റെ അടുത്ത് കാണിക്കുന്ന വാശി എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാലി പറയുന്നുണ്ട്, അപ്പച്ചൻ പെട്ടെന്ന് വിട്ടോ, ഇന്ന് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ അവതക്കുട്ടിച്ചാരൻ പറയുന്നത്, ഓഹോ നീ ആണെങ്കിൽ എന്ന് എത്രയും വലിയവനായത്, എൻ്റെ മടിയിരുന്ന് അപ്പിയും മൂത്രമൊക്കെ ഇട്ടവനല്ലേ നീ ഇപ്പം എൻ്റെ അടുത്ത് ഇവിടുന്ന് പോകാൻ പറയാനായോ എന്നൊക്കെ നമ്മൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ പൗലോസും ആൻ്റപ്പനൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവതക്കുട്ടിച്ചായൻ പറയുന്നത്, എൻ്റെ ചിന്നമ്മയെ ഒറ്റക്കെട്ടാന്നൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ നിൻ്റെ അടുത്തുള്ള സമരത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാലി ആണെങ്കിൽ മൊത്തത്തിൽ കുടുങ്ങിയ ഒരു അവസ്ഥ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ ഇവിടെയൊന്ന് സപ്പോർട്ട് ചെയ്യണേ.